ഹായ് എവരിവൺ, ഐപ്ലസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്ന ടോപ്പിക്കാണ് വെൽഡിംഗ് മെഷീൻസ്. അതായത് വെൽഡിംഗ് മെഷീനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താണ് വെൽഡിംഗ് മെഷീൻസ്? വെൽഡിംഗ് മെഷീൻസ് എന്താണെന്ന് നമുക്കറിയാം. ഓൾറെഡി ആ പേര് നമ്മൾ ഇഷ്ടംപോലെ തൊട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ വെൽഡിംഗ് മെഷീൻ എന്തിനു വേണ്ടിയായിരിക്കും? ഒരു ടൂളാണ്, ഒരു എസെൻഷ്യൽ ടൂളാണ്. എന്തിനു വേണ്ടിയുള്ള ടൂളാണ്? ഫോർ മെൽറ്റിംഗ് ആൻഡ് ജോയിനിങ് മെറ്റാലിക് മെറ്റീരിയൽ ബൈ ജനറേറ്റിംഗ് ഹീറ്റ്. അപ്പോൾ വെൽഡിംഗ് മെഷീൻ ഒരു എസെൻഷ്യൽ ഒരു ടൂളാണ് വെൽഡിംഗ് മെഷീൻ എന്ന് പറയുന്നത്. സോ വെൽഡിംഗ് മെഷീൻ ആർ എസെൻഷ്യൽ ടൂൾ ഫോർ വാട്ട് പർപ്പസ്? മെൽറ്റ് ചെയ്യിക്കണം. ദെൻ ജോയിനിങ് മെറ്റാലിക് മെറ്റീരിയൽ, രണ്ട് മെറ്റലുകൾ തമ്മിൽ എന്ത് ചെയ്യണം? മെറ്റൽ പ്ലേറ്റുകൾ തമ്മിൽ എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യിപ്പിക്കണം. എന്തുപയോഗിച്ച്? ബൈ ജനറേറ്റിംഗ് ഹീറ്റ് ജനറേറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ അതിനുപയോഗിക്കുന്ന ഒരു ടൂളാണ് ഏത്? വെൽഡിംഗ് മെഷീൻ. ഈ പറയുന്ന വെൽഡിംഗ് മെഷീൻ പല ക്രൂഷ്യൽ റോളും എന്ത് ചെയ്യുന്നുണ്ട്? വഹിക്കുന്നുണ്ട്. ഇൻഡസ്ട്രിയിലേക്ക്, കൺസ്ട്രക്ഷന്, അതുപോലെ മാനുഫാക്ചറിങ്, ഇവിടെയൊക്കെ ഒരു ക്രൂഷ്യൽ റോള് ആര് വഹിക്കുന്നുണ്ട്? ഈ വെൽഡിംഗ് മെഷീൻസ് വഹിക്കുന്നുണ്ട്. അവിടെയൊക്കെ എന്ത് വേണം? പ്രിസൈസ് ആൻഡ് റോബസ്റ്റ് മെറ്റൽ വർക്ക് ഈസ് റിക്വയർഡ്. ആ ഒരു കേസിലൊക്കെ ഈ പറയുന്ന വെൽഡിംഗ് മെഷീൻ വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്? നല്ല രീതിയിലുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. These machines are versatile. ഒരു വെർസറ്റൈൽ നേച്ചറാണ് ഈ വെൽഡിംഗ് മെഷീൻ ഉള്ളത്. അലോയിങ് ഫോർ ദ ക്രിയേഷൻ ഓഫ് സ്ട്രോങ് പെർമനന്റ് ബോണ്ട് ബിറ്റ്വീൻ മെറ്റൽസ്. ഈ ഒരു വെൽഡിംഗ് മെഷീൻ്റെ സഹായത്തോടു കൂടി നമുക്ക് എന്തുണ്ടാക്കിയെടുക്കാം? ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെർമനന്റ് ബോണ്ട് മെറ്റൽസിൻ്റെ ഇടയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ടാക്കി എടുക്കാൻ കഴിയുന്ന ഒരു മെഷീനാണ് ഏത്? വെൽഡിംഗ് മെഷീൻ. ഇതാണ് നമ്മളൊരു സിമ്പിൾ ഒരു വെൽഡിംഗ് സർക്യൂട്ട് കാണിക്കാൻ പറഞ്ഞ ഇതാണ്. നമുക്കൊരു ഇലക്ട്രിക് കറണ്ടിൻ്റെ സോഴ്സ് കാണും. ഇതിന് രണ്ട് ലീഡ്സ് ഉണ്ട്. ഒരു ലീഡ് നമ്മൾ വർക്കിലേക്ക്, ഒരു വയർ നമ്മൾ വർക്കിലേക്ക് കണക്ട് ചെയ്തിരിക്കും. ഒരെണ്ണം നമ്മൾ ഇലക്ട്രോഡ് ഹോൾഡറിലേക്ക് കൊടുത്തിരിക്കും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇതാണ് ഗ്രൗണ്ട് കേബിൾ. ഈ ഗ്രൗണ്ട് കേബിളാണ് നമ്മൾ വർക്കിലേക്ക് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ വെൽഡിംഗ് ടോർച്ച് കാണും, അതിൻ്റെ അടുത്ത് ഇലക്ട്രോഡ് കാണും. ഇവിടെ ആയിരിക്കും ഇലക്ട്രോഡ് ഹോൾഡർ ആണിത്. ആ ഇലക്ട്രോഡ് ഈ ഇലക്ട്രോഡ് ഹോൾഡറിൽ കൊടുത്തിരിക്കും. ഇവിടെ നിന്ന് എന്ത് ചെയ്യും? കറണ്ട് ഇവിടേക്കും വരുന്ന സമയത്ത്, അപ്പോൾ ഇത് ഗ്രൗണ്ട് കേബിളാണ്, ഗ്രൗണ്ട് എർത്തിങ് എന്ന് പറയും. അപ്പോൾ ഗ്രൗണ്ട് കേബിൾ വർക്കിലോട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ നമ്മൾ ഇവിടോട്ട് ഒരു ഇത് വരുന്നുണ്ട്. ഇത് സോഴ്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇവിടെ AC ആകാം, അല്ലെങ്കിൽ DC സോഴ്സ് ആകാം. AC വെൽഡിംഗ് മെഷീൻ ആണെങ്കിൽ AC കൊടുക്കും, DC വെൽഡിംഗ് മെഷീൻ ആണെങ്കിൽ DC കൊടുക്കും. അപ്പോൾ ഇവിടുന്ന് ഒരു സോഴ്സ് ഓഫ് കറണ്ട് കിട്ടി, ഇവിടെ വന്നു, വർക്കുണ്ട്. ഇവിടേക്ക് നമുക്ക് എന്ത് ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ നടക്കുന്നു, അല്ലെങ്കിൽ ഇലക്ട്രിക് ചാർജിൻ്റെ ഫ്ലോ നടക്കുന്നു. അതുവഴി ഇവിടെ എന്ത് ജനറേറ്റ് ചെയ്യും? ഈ വർക്ക് പീസിനും ഇലക്ട്രോഡിൻ്റെയും ഇടയിലായിട്ട് ആർക്ക് ജനറേറ്റ് ചെയ്യും. ആ ജനറേറ്റ് ചെയ്യുന്ന ആർക്കിൻ്റെ ഹീറ്റ് കൊണ്ട് ഇവിടെ എന്താ നമ്മൾ ഉപയോഗിക്കുന്ന ഫില്ലർ മെറ്റീരിയൽസ് എന്തെങ്കിലും ആ ഫില്ലർ മെറ്റീരിയൽസും ബേസ് മെറ്റലും മെൽറ്റ് ചെയ്ത് അവിടെ എന്താണ്? ഒരു സ്ട്രോങ് ബോണ്ട് അവിടെ എന്ത് ചെയ്യും? ഉണ്ടാകും. ഇതാണ് അവിടുത്തെ ഒരു കോമൺ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഏതൊരു വെൽഡിംഗ് മെഷീൻ്റെ പ്രൊസീജിയർ. നമ്മളിവിടെ ആദ്യം പഠിക്കാൻ പോകുന്നത് AC വെൽഡിംഗ് മെഷീനെ കുറിച്ചാണ്. അപ്പോൾ AC വെൽഡിംഗ് മെഷീൻ യൂട്ടിലൈസസ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അപ്പോൾ പേരിൽ തന്നെ അറിയാം, AC വെൽഡിംഗ് മെഷീൻ. അപ്പോൾ ഏത് കറണ്ട് ആയിരിക്കും യൂസ് ചെയ്യുന്നത്? ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആയിരിക്കും. അപ്പം ഓൾട്ടർനേറ്റിംഗ് കറണ്ടുകളാണ് യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടി? ടു ജനറേറ്റ് ദ ഹീറ്റ് റിക്വയർഡ് ഫോർ വെൽഡിംഗ്. വെൽഡിങ്ങിന് വേണ്ടിയുള്ള ഹീറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഏത് കറണ്ടാണ്? ഓൾട്ടർനേറ്റിംഗ് കറണ്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് AC വെൽഡിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ദിസ് മെഷീൻ ടിപ്പിക്കലി എംപ്ലോയ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. അപ്പോൾ AC ആയിട്ടുള്ള വെൽഡിംഗ് മെഷീനുകൾ, AC ഓൾട്ടർനേറ്റീവ് കറണ്ടിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന വെൽഡിംഗ് മെഷീനുകൾ ഉപയോഗിക്കുന്നത് ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ആ പേരിൽ തന്നെ ഉണ്ട്. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് എ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ? ടു റെഡ്യൂസ് ദ ഹൈ വോൾട്ടേജ് ഓഫ് ദ പവർ സപ്ലൈ ടു എ ലോവർ. അതായത് വലിയ വോൾട്ടേജിനെ എന്താക്കി മാറ്റുക? ചെറിയ വോൾട്ടേജിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് നമ്മൾ AC വെൽഡിംഗ് മെഷീനിൽ എന്തുപയോഗിക്കുന്നു? ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുകൾ ഉപയോഗിക്കുന്നു. സോ ഹൈ വോൾട്ടേജ് ഓഫ് ദ പവർ സപ്ലൈ ടു എ ലോവർ സേഫർ വോൾട്ടേജ് സൂട്ടബിൾ ഫോർ വെൽഡിംഗ്. ഒരു ഹൈ വോൾട്ടേജിനെ ലോവർ സേഫ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് മാറ്റുന്നു. എന്തിനു വേണ്ടി? വെൽഡ് ചെയ്യുന്നതിന് വേണ്ടി. അതിനുപയോഗിക്കുന്നതാണ് നമ്മളൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഇനി അവിടെ കോർ കമ്പോണൻസ്, ഒരു വെൽഡിംഗ് AC വെൽഡിംഗ് മെഷീനകത്തുള്ള കോർ കമ്പോണൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഒന്നൊരു വെൽഡിംഗ് ട്രാൻസ്ഫോമർ കാണും. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉണ്ടെന്ന് പറഞ്ഞു. ഒരു വെൽഡിംഗ് ട്രാൻസ്ഫോമർ ഉണ്ട്. പിന്നെ ഒരു ചോക്ക് കോയിലുണ്ട്. അതിനല്ലെങ്കിൽ ഒരു റിയാക്ടർ, ചോക്ക് കോയിൽ ഒരു റിയാക്ടർ എന്ന് പറയാം. അത് കഴിഞ്ഞൊരു ഇലക്ട്രോഡ് ഹോൾഡർ. ഇതാണ് കോർ കമ്പോണൻസ് ഓഫ് എ വെൽഡിംഗ് ട്രാൻസ്ഫോമർ. ഒരു വെൽഡിംഗ് ട്രാൻസ്ഫോമറിൻ്റെ വെൽഡിംഗ് മെഷീൻ്റെ കോർ കമ്പോണൻസിനകത്ത് വരുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന് വെൽഡിംഗ് ട്രാൻസ്ഫോമർ, ചോക്ക് കോയിൽ ഓർ റിയാക്ടർ ആൻഡ് ആൻ ഇലക്ട്രോഡ് ഹോൾഡർ. ഇനി വൈൽ AC വെൽഡിംഗ് ക്യാൻ ബി എഫക്റ്റീവ്, AC വെൽഡിംഗ് നല്ല എഫക്റ്റീവ് ആണെങ്കിലും ഇറ്റ് പ്രസൻസ് ചാലഞ്ചസ്.
കുറേ ചലഞ്ചുകളുണ്ട്. AC വെൽഡിങ് നമുക്ക് നല്ലതാണ്, കുറച്ചൊക്കെ എഫക്റ്റീവാണ്. പക്ഷേ എന്താണ് ചലഞ്ചസ്? ആർക്ക് ബ്ലോ. ഒരു ആർക്ക് ബ്ലോ എന്ന് പറയുന്ന ഒരു ഫിനോമിന അവിടെ ഉണ്ടാകും. അതായത് ആർക്ക് ഒരു ഇൻസ്റ്റബിലിറ്റി ആയിരിക്കും, സ്റ്റേബിൾ ആയിരിക്കത്തില്ല ഡ്യൂ ടു മാഗ്നറ്റിക് ഫോഴ്സസ്. അതായത് ആർക്ക് ബ്ലോ എന്ന് പറഞ്ഞാൽ ആർക്കിനുണ്ടാകുന്ന ഇൻസ്റ്റബിലിറ്റിയാണ്. എന്തുമൂലം? മാഗ്നറ്റിക് ഫോഴ്സ് മൂലം. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള മാഗ്നറ്റിക് ഫോഴ്സ് മൂലം ആർക്കിൻ്റെ സ്റ്റെബിലിറ്റിയെ ബാധിക്കുന്ന ഫിനോമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാട്ട്? ആർക്ക് ബ്ലോ. ആൻഡ് മേ റിക്വയർ ഫ്ലെക്സ് കോട്ടഡ് ഇലക്ട്രോഡ് ഫോർ ആർക്ക് സ്റ്റെബിലൈസേഷൻ. അതുപോലെ എന്തും വേണം? ഒരു ഫ്ലെക്സ് കോട്ടഡ് ഇലക്ട്രോഡ് വേണം ആർക്കിനെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ AC ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ കൂടുതലും എഫക്റ്റീവാണ്. എന്നാൽ കുറച്ച് ചലഞ്ചസ് എന്ന് പറയുന്നത് ഒരു ആർക്ക് ബ്ലോ എന്ന് പറയുന്ന ഫിനോമിന ഉണ്ടാകാം. അതായത് ആർക്കിന് ഇൻസ്റ്റബിലിറ്റി ഉണ്ടാകും. എന്തുമൂലം? ചില മാഗ്നറ്റിക് ഫോഴ്സ് മൂലം. അതേപോലെ മേ റിക്വയർ ഫ്ലെക്സ് കോട്ടഡ് ഇലക്ട്രോഡ്. എന്താവശ്യമാണ്? ഒരു ഫ്ലെക്സ് കോട്ടഡ് ഇലക്ട്രോഡ് അവിടെ ആവശ്യമായിട്ട് വരും. എന്തിനു വേണ്ടി? ആർക്കിൻ്റെ സ്റ്റെബിലൈസേഷന് വേണ്ടി. ആദ്യത്തെ നമ്മൾ 3 കമ്പോണൻസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഒരു വെൽഡിംഗ് ട്രാൻസ്ഫോമർ ഉണ്ട്. എന്താണ് വെൽഡിംഗ് ട്രാൻസ്ഫോമർ? ദിസ് ഈസ് ദ ഹെഡ് ഓഫ് AC വെൽഡിംഗ് മെഷീൻ. ഒരു AC വെൽഡിംഗ് മെഷീൻ്റെ ഹൃദയം എന്ന് പറയുന്നത് ഏതാണ്? ഈ ഒരു വെൽഡിംഗ് ട്രാൻസ്ഫോമർ ആണ്. ഇറ്റ് സ്റ്റെപ്പ് ഡൗൺ. അത് സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. എന്തിനാണ് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നത്? ഹൈ വോൾട്ടേജ് ഫ്രം ദ പവർ സപ്ലൈ ടു എ ലോവർ വോൾട്ടേജ്. ഹൈ വോൾട്ടേജിനെ എന്താക്കി മാറ്റാൻ? ലോവർ വോൾട്ടേജ്, ഒരു സേഫർ വോൾട്ടേജ് ആക്കി മാറ്റുന്നു. ടിപ്പിക്കലി ബിറ്റ്വീൻ 80 to 100 വോൾട്ട്, ഏകദേശം 80 മുതൽ 100 വോൾട്ടിലേക്ക് കൊണ്ടുവരുന്നു. അപ്പം സൂട്ടബിൾ ഫോർ വെൽഡിങ്. വെൽഡിങ്ങിന് വേണ്ടി വലിയൊരു വോൾട്ടേജിനെ ലോവർ ആയിട്ടുള്ള വോൾട്ടേജ് ഏകദേശം 80 മുതൽ 100 വോൾട്ടേജിൽ എത്തിക്കുക എന്നുള്ളൊരു ഫംഗ്ഷനാണ് ആര് യൂസ് ചെയ്യുന്നത്? വെൽഡിംഗ് ട്രാൻസ്ഫോമർ. അപ്പോൾ വെൽഡിംഗ് ട്രാൻസ്ഫോമർ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ദെൻ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. എന്തായാലും ഓൾട്ടർനേറ്റിംഗ് കറണ്ട് വേണമല്ലോ, കാരണം AC മെഷീൻസ് അല്ലേ. ദ കറണ്ട് റിവേഴ്സ് ഡയറക്ഷൻ പീരിയഡ്. ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ഒരു പോസിറ്റീവ് സൈക്കിളും കാണും, ഒരു നെഗറ്റീവ് സൈക്കിളും കാണും. അപ്പോൾ ഈ കറണ്ട് എന്ത് ചെയ്യും? റിവേഴ്സ് ഡയറക്ഷൻ പീരിയോഡിക്കലി ഇടവിട്ട് ഇതെന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഇതിൻ്റെ കറണ്ടിൻ്റെ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യും. വിച്ച് ക്യാൻ ലീഡ് ടു ആർക്ക് ഇൻസ്റ്റബിലിറ്റി. അതെന്തിന് വഴിവെക്കും? ആർക്കിൻ്റെ ഇൻസ്റ്റബിലിറ്റിക്ക് വഴിവെക്കും. ആർക്ക് സ്റ്റേബിൾ ആകത്തില്ല. ആൻഡ് പൊട്ടൻഷ്യൽ എന്തുകൊണ്ടാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ആർക്ക് ബ്ലോ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. എസ്പെഷ്യലി വിത്ത് സർട്ടൻ ഇലക്ട്രോഡ് പൊളാരിറ്റീസ്. ചില സമയങ്ങൾ, അതായത് നമ്മൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവണമെന്ന് പറഞ്ഞല്ലോ. അപ്പം എസ്പെഷ്യലി വിത്ത് സർട്ടൻ ഇലക്ട്രോഡ് പൊളാരിറ്റി, ചില ഇലക്ട്രോഡ് പൊളാരിറ്റി വരുമ്പോഴാണ് ഇത് കൂടുതലായിട്ടും എന്ത് ചെയ്യുന്നത്? കാണുന്നത്. ദെൻ ചോക്ക്. രണ്ടാമത് പറഞ്ഞ എന്താണ്? ചോക്ക് കോയിൽ ഓർ റിയാക്ടർ കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ്. ഈ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി വൈൻഡിങ്സിലും സെക്കൻഡറി വൈൻഡിങ്സിലും സീരിയസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സാധനമാണ് ചോക്ക് കോയിൽ അഥവാ റിയാക്ടർ. ദ ചോക്ക് കോയിൽ ഹെൽപ്പ് ദ റെഗുലേറ്റ് ദ വെൽഡിംഗ് കറണ്ട്. അപ്പോൾ എന്താണ് ചോക്ക് കോയിലിൻ്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ റിയാക്ടറിൻ്റെ ഫംഗ്ഷൻ? വെൽഡിംഗ് കറണ്ടിനെ റെഗുലേറ്റ് ചെയ്യുക. അത് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ നമുക്ക് അത് യൂസ് ചെയ്യാം. മൂന്നാമത്തെ ഇലക്ട്രോഡ് ഹോൾഡറാണ്. ദിസ് ഇൻസുലേറ്റഡ് ഡിവൈസ് ഹോൾഡ് ദി ഇലക്ട്രോഡ്. ഇലക്ട്രോഡ് ഹോൾഡർ എന്ന് പറയുമ്പോൾ ഇതൊരു ഇൻസുലേറ്റഡ് ഡിവൈസ് ആണ്. അത് എന്തിനെ ഹോൾഡ് ചെയ്യും? ഇലക്ട്രോഡിനെ ഹോൾഡ് ചെയ്യുകയും അലോയിങ് ദ വെൽഡർ ടു സ്ട്രൈക്ക് ആൻഡ് മെയിൻറ്റെയിനിങ് ദ വെൽഡിംഗ് ആർക്ക്. നമ്മുടെ വെൽഡർക്ക് ഈ ഒരു ആർക്ക് നിലനിർത്താനും ഈ സ്ട്രൈക്ക് ചെയ്യാനും അലോയിങ് ദ വെൽഡറിനെ സഹായിക്കും. എന്തിനു സഹായിക്കും? ടു സ്ട്രൈക്ക് ആൻഡ് മെയിൻറ്റെയിനിങ് ദ വെൽഡിംഗ് ആർക്ക്. സ്ട്രൈക്ക് ചെയ്യാനും ആ വെൽഡിംഗ് ആർക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്ന ഒരു ഇൻസുലേറ്റഡ് ഡിവൈസിനെയാണ് നമ്മൾ പറയുന്നത് ഇലക്ട്രോഡ് ഹോൾഡർ എന്ന് പറയുന്നത്. ഇലക്ട്രോഡ് ഹോൾഡർ. Then കറണ്ട് ഫ്ലോ റിവേഴ്സസ് ഇറ്റ് ഡയറക്ഷൻ 50 സൈക്കിൾ പെർ സെക്കൻഡ്. അതായത് 50 സൈക്കിൾസ് പെർ സെക്കൻഡിൽ കറണ്ട് ഫ്ലോ എന്ത് ചെയ്യുക? റിവേഴ്സ് ചെയ്യപ്പെടും. ഇതാണ് ഒരു AC പവർ സോഴ്സ്. 2 ലീഡുകളുണ്ട്. ഒരെണ്ണം വർക്കിലേക്ക് ഡയറക്റ്റ് കൊടുത്തിരിക്കുന്നു, ഒരെണ്ണം എവിടോട്ട് കൊടുത്തിരിക്കുന്നു? നമ്മുടെ ഇലക്ട്രോഡ് ഹോൾഡറിലേക്ക് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഇലക്ട്രോഡ് ഇവിടെ ഉണ്ട്. ആ ഇലക്ട്രോഡിനും വർക്ക് പീസിനും ഇടയിലായിട്ടായിരിക്കും ആർക്ക് ഡെവലപ്പ് ചെയ്യുന്ന ഒരു ആർക്ക് വെൽഡിംഗ് കേസിൽ. ഇവിടെ കണ്ടോ കറണ്ട് ഫ്ലോ ആദ്യത്തെ കേസിൽ ഇവിടുന്ന് ഇങ്ങോട്ടാണ് പോകുന്നത്. ദെൻ തിരിച്ച് റിവേഴ്സ് നടക്കും. ഇങ്ങോട്ട് ഇവിടെ ഇതിപ്പോൾ ഫസ്റ്റ് കേസിൽ ഇങ്ങോട്ട് പോകുന്നു, ഇവിടുന്ന് അങ്ങോട്ട് പോകും. സെക്കൻഡ് കേസിൽ നേരെ റിവേഴ്സ് ചെയ്യും. അപ്പം ഓരോ പീരിയോഡിക്കലി ഈ AC സർക്യൂട്ടുകളിൽ എന്ത് ചെയ്യും? ഈ പറയുന്ന കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യും? റിവേഴ്സ് ചെയ്യും. ആദ്യം ഇങ്ങോട്ടാണ് കറണ്ട് പോയിക്കൊണ്ടിരുന്നത് അല്ലേ? ഇങ്ങോട്ട് ഈ ഡയറക്ഷനിൽ, അതായത് ലെഫ്റ്റ് ടു റൈറ്റ് പോയിക്കൊണ്ടിരുന്നു. പിന്നെ അത് എവിടോട്ട് പോകും? റൈറ്റ് ടു ലെഫ്റ്റ് പോകും. അപ്പോൾ ഇത് എന്തിന് വഴിവെക്കും? ഒരു ആർക്ക് ഇൻസ്റ്റബിലിറ്റി ഉണ്ടാകാനുള്ള സാഹചര്യം വഴിയും അവിടെ ഒരു ആർക്ക് ബ്ലോ ക്രിയേറ്റ് ചെയ്യാനുള്ള സാഹചര്യം ACയിൽ DC മെഷീൻ കൊണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകാനുള്ളൊരു ഇതുണ്ട്. ബാക്കി എല്ലാ കാര്യത്തിലും എഫക്റ്റീവ് ആണെങ്കിലും ഈ ഒരു പ്രവണത അവിടെ വരുന്നുണ്ട്. പിന്നെ വരുന്ന ആണ് പവർ സോഴ്സ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. AC പവർ സോഴ്സ് ആണ്. മെയിൻ സപ്ലൈ ഈസ് കണക്റ്റഡ് ടു ദ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതാണ്, ഹൗ ഇറ്റ് വർക്ക്സ്.
ഇതെങ്ങനെയാണ് ഒരു AC വെൽഡിംഗ് മെഷീൻ വർക്ക് ചെയ്യുന്നത്. ഒരു പവർ സപ്ലൈ ഉണ്ടെന്നറിയാം. AC പവർ സോഴ്സ് ആണ്, നമ്മൾ മെയിൻ സപ്ലൈയിൽ നിന്ന് എടുക്കും. ഈസ് കണക്റ്റഡ് ടു ദ പ്രൈമറി വൈൻഡിങ് ഓഫ് ദ ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി വൈൻഡിങ്സിലേക്ക് നമ്മൾ അത് കണക്ട് ചെയ്യും. ദെൻ വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ. ഈ ട്രാൻസ്ഫോമർ എന്ത് ചെയ്യും, ഈ ഹൈ വരുന്ന വോൾട്ടേജിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് നമുക്ക് വേണ്ടിയ അളവിലുള്ള അപ്രോപ്രിയേറ്റ് ലെവലിലേക്ക് കൊണ്ടുവരുന്നു. അതായത് ലോ വോൾട്ടേജ് സേഫ് ലെവലിലേക്ക് കൊണ്ടുവരുന്നു വെൽഡിങ്ങിന് വേണ്ടി. അതിനുശേഷം ആർക്ക് ഇനിഷ്യേഷൻ ആണ് നടക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ലോ വോൾട്ടേജിലേക്ക് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വന്നു. ഈ ഇലക്ട്രോഡ് ഈസ് ബ്രോട്ട് ഇൻ ടു കോണ്ടാക്ട് വിത്ത് ദ വർക്ക് പീസ്. ഈ ഇലക്ട്രോഡ് നമ്മൾ ഏകദേശം ഒരു വർക്ക് പീസുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഷോർട്ട് സർക്യൂട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യും. ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവും. ദെൻ ദി ഇലക്ട്രോഡ് ഈസ് ക്വിക്കലി വിഡ്രോൺ എസ്റ്റാബ്ലിഷിംഗ് ആൻ ആർക്ക്. അപ്പം നമ്മൾ കാരണം ഒരു ആർക്ക് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരു സ്ട്രൈക്ക് ഉണ്ടാകും, ഇല്ലാതെ ചെയ്യത്തില്ല. ആർക്ക് വെൽഡിങ്ങിൽ എപ്പോഴും നമ്മൾ നോക്കേണ്ടത് ഇത്രേ ഉള്ളൂ. ചുമ്മാതെ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചു. ആദ്യം തന്നെ ഞാൻ എടുത്തു, കറണ്ട് സപ്ലൈ ചെയ്തു, വോൾട്ടേജ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഹൈ വോൾട്ടേജിനെ എന്താക്കി മാറ്റി, ലോ വോൾട്ടേജ് ആക്കി മാറ്റി. നമ്മൾ ചുമ്മാതെ അത് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പറഞ്ഞാൽ അവിടെ ആർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല. നമ്മൾ ആ വെൽഡിങ് റോഡ് ഒന്ന് സ്ട്രൈക്ക് ചെയ്യണം. ആ വർക്ക് പീസിലേക്ക് ഒന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടും. ഓക്കെ, ഇലക്ട്രോഡ് ബ്രോട്ട് ഇൻ ടു കോണ്ടാക്ട് വിത്ത് ദ വർക്ക് പീസ്. വർക്ക് പീസുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു ഇതെല്ലാം പെട്ടെന്ന് നടക്കേണ്ട ഇതാണ്. നമ്മളൊന്ന് കോണ്ടാക്ട് ചെയ്യുന്നു, അപ്പോൾ അവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്യും. നമ്മൾ പെട്ടെന്ന് വലിക്കും. അവിടെ ഒരു വിഡ്രോ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ആർക്ക് വരുന്നു, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഈ ആർക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ഇവിടെ ഉണ്ടായ ആർക്ക് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. ഇത് ഇൻറ്റൻസ് ഹീറ്റ് ഫ്രം ദ ആർക്ക്. അപ്പം ഈ ആർക്ക് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻറ്റൻസ് ഹീറ്റ് കൊണ്ട്, ആ ആർക്കിൻ്റെ കൊണ്ടുണ്ടാകുന്ന ഇൻറ്റൻസ് ഹീറ്റ് ഫ്രം ദ ആർക്ക് മെൽറ്റ് ദി ഇലക്ട്രോഡ് ആൻഡ് വർക്ക് പീസ്. ഇലക്ട്രോഡിനെയും വർക്ക് പീസിനെയും മെൽറ്റ് ചെയ്യും, ക്രിയേറ്റിംഗ് എ മോൾട്ടൺ വെൽഡ് പൂൾ. അവിടെ എന്ത് ചെയ്യും, ഒരു മോൾട്ടൺ വെൽഡ് പൂള് ക്രിയേറ്റ് ചെയ്യും. ദെൻ മെറ്റൽ ഡെപ്പോസിഷൻ. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ മോൾട്ടൺ ഇലക്ട്രോഡ് മെറ്റീരിയൽ ഡെപ്പോസിറ്റ് ഇൻ ടു ദ വെൽഡ് പൂൾ. നമ്മൾ ചെയ്യുന്ന ഈ മോൾട്ടൺ ഇലക്ട്രോഡ് മെറ്റീരിയൽ ഉണ്ടല്ലോ, അതും വെൽഡ് പൂളിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. ജോയിനിങ് ദ ടു മെറ്റൽ പീസസ്. രണ്ട് മെറ്റൽ പീസിനെ ജോയിൻ ചെയ്യും. ദെൻ കൂളിംഗ് ആൻഡ് സോൾഡിഫിക്കേഷൻ. അതിനുശേഷം എന്ത് ചെയ്യും, വെൽഡ് പൂള് കൂള് ചെയ്യുന്നു, അത് സോൾഡിഫൈ ചെയ്യുന്നു, ഫോമിങ് ദ വെൽഡഡ് ജോയിൻ. അപ്പോൾ കൂള് ചെയ്ത് സോൾഡിഫൈ ചെയ്ത് കൃത്യമായിട്ടൊരു പെർമനൻറ്റ് ജോയിൻ, ഒരു വെൽഡഡ് ജോയിൻറ്റ് ആകുകയും ചെയ്യുന്നു. ഈ രീതിയിലാണ് AC വെൽഡിംഗ് മെഷീൻ ഉപയോഗിച്ചൊരു വെൽഡിംഗ് നടക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഒരു AC വെൽഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഫസ്റ്റ് അഡ്വാൻറ്റേജ്, റെഡ്യൂസ്ഡ് ആർക്ക് ബ്ലോ. AC വെൽഡിംഗ് മിനിമൈസ് ദ ആർക്ക് ബ്ലോ, മേക്കിംഗ് ഇറ്റ് ഈസിയർ ടു കൺട്രോൾ ദ ആർക്ക് എസ്പെഷ്യലി ഇൻ സർട്ടൻ വെൽഡിംഗ് പൊസിഷൻ. അപ്പോൾ ഇത് അഡ്വാൻറ്റേജ് ആണെങ്കിലും ഇത് എല്ലാ പൊസിഷനിലും ഇത് നടക്കത്തില്ല കേട്ടോ. ഈ അഡ്വാൻറ്റേജ് ഇല്ല. കാരണം ഒരു ആർക്ക് ബ്ലോ അവിടെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ കുറച്ചൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. AC ഉപയോഗിച്ചുകൊണ്ട് ഈ ആർക്ക് ബ്ലോ എന്ത് ചെയ്യാം, നമുക്ക് റെഡ്യൂസ് ചെയ്യാം. സോ AC വെൽഡിംഗ് മിനിമൈസ്, കുറയ്ക്കുന്നു. എന്തിനെ കുറയ്ക്കുന്നു, ആർക്ക് ബ്ലോ കുറയ്ക്കുന്നു. മേക്കിംഗ് ഇറ്റ് ഈസിയർ ടു കൺട്രോൾ ദ ആർക്ക്. എന്നിട്ട് നമുക്ക് ഈസിയർ ആയിട്ട് എന്ത് ചെയ്യാം, ആർക്കിനെ കൺട്രോൾ ചെയ്യാം, എസ്പെഷ്യലി ഇൻ സർട്ടൻ വെൽഡിംഗ്, ചില വെൽഡിംഗ് പൊസിഷനുകളിൽ. ക്ലീനിങ് ആക്ഷൻ. Alternating current can provide a cleaning action on the workpiece surface, which is beneficial for certain material. അതായത് ഒരു ക്ലീനിങ് ആക്ഷൻ ആയിരിക്കും വർക്ക് പീസിൻ്റെ സർഫസിൽ നമ്മൾ ഏത് ഉപയോഗിച്ച് നടത്തി കഴിഞ്ഞാൽ AC വെൽഡിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ. കോസ്റ്റ് എഫക്റ്റീവ് ആണ് കോസ്റ്റ് എഫക്റ്റീവ്. AC വെൽഡിംഗ് മെഷീൻ ക്യാൻ ബി മോർ കോസ്റ്റ് എഫക്റ്റീവ് ദാൻ സം DC വെൽഡിംഗ് മെഷീൻ. അപ്പോൾ DC വെൽഡിംഗ് മെഷീനെ അപേക്ഷിച്ച് AC വെൽഡിംഗ് മെഷീൻ കുറച്ചുകൂടെ എന്താണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്. സ്യൂട്ടബിൾ ഫോർ തിന്നർ മെറ്റീരിയൽ. അതായത് AC വെൽഡിംഗ് മെഷീന് ഗുഡ് ചോയ്സ് ആണ് തിന്നർ ആയിട്ടുള്ള മെറ്റീരിയൽസിനെ വെൽഡ് ചെയ്യാനായിട്ട്. കാരണം ഇതിൻ്റെ കുറച്ച് ആർക്ക് ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ട് തിന്നർ ആയിട്ടുള്ള മെറ്റീരിയൽസിനെ വെൽഡ് ചെയ്യാൻ നമ്മൾ കൂടുതലും ചൂസ് ചെയ്യുന്ന ഏതിനെയാണ്, AC വെൽഡിംഗ് ആണ്. പക്ഷേ ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അഡ്വാൻറ്റേജ് ഉള്ളതുപോലെ എന്തുകൊണ്ട് ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. ഹാർഡ് ടു കൺട്രോൾ ഹീറ്റ് ഇൻപുട്ട്. നമുക്ക് എത്രമാത്രം ഹീറ്റ് അവിടെ കൊടുക്കുന്നു അതിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതായത് നമ്മൾ ആർക്ക് ഡെവലപ്പ് ചെയ്യുന്നു, ആർക്ക് ഒരു ഇൻറ്റൻസ് ഹീറ്റാണ് ബേസ് മെറ്റലിലേക്കും ഇലക്ട്രോണിലേക്കും കൊടുക്കുന്നത്. ആ ഹീറ്റ് ഇൻപുട്ടിനെ കൺട്രോൾ ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടാണ് ഇവിടെ AC-യിൽ. സോ കമ്പയർഡ് ടു DC വെൽഡിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഹീറ്റ് ഇൻപുട്ട് ക്യാൻ ബി സ്ലൈറ്റ്ലി മോർ ചലഞ്ചിങ്. ഹീറ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് നല്ല രീതിയിൽ എന്താണ്, ചലഞ്ചിങ് ആണ് ടു കൺട്രോൾ ഇൻ AC വെൽഡിങ്. AC വെൽഡിങ്ങിൽ അത്ര പെട്ടെന്നൊന്നും അതിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് കഴിയില്ല. അതുപോലെ ആർക്ക് സ്റ്റെബിലിറ്റി. ആർക്കിൻ്റെ സ്റ്റെബിലിറ്റി കുറച്ചുകൂടെ ലെസ് കൺസിസ്റ്റൻ്റ് ആണ് എവിടെ, DC-യുമായിട്ട് നോക്കുമ്പോൾ. ചില ടൈപ്പ് ഇലക്ട്രോഡ് ഞാൻ പറഞ്ഞല്ലോ, ഇത് ചില ടൈപ്പ് ഇലക്ട്രോഡുകൾ നോക്കുമ്പോൾ AC വെൽഡിങ് നല്ലതാണ്. എന്നാൽ ചിലത് നോക്കുമ്പോൾ AC വെൽഡിങ് എന്താണ്, കുറച്ച് പ്രശ്നമാണ്. ചില ടൈപ്പ് ഇലക്ട്രോഡുകൾ യൂസ് ചെയ്യുമ്പോൾ ആർക്കിൻ്റെ സ്റ്റെബിലിറ്റി കൃത്യമായിട്ട് നിലനിർത്താൻ കഴിയുന്നില്ല. DC വെൽഡിങ്ങിനെ അപേക്ഷിച്ച് DC വെൽഡിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ആ ആർക്ക് സ്റ്റെബിലിറ്റി കൃത്യമായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിർത്താൻ പറ്റുന്നില്ല ചില ടൈപ്പ് ഇലക്ട്രോഡുകൾ നമ്മൾ യൂസ് ചെയ്താൽ. സോ അതാണ് ആർക്ക് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്.
ഇനി നമ്മൾ ഈ ചില സേഫ്റ്റി പ്രിക്കോഷൻസുകൾ നമ്മൾ എടുക്കേണ്ടി വരും AC വെൽഡിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ. ഈ AC വെൽഡിംഗ് മെഷീൻ ഉപയോഗിക്കുമ്പോൾ കുറച്ച് സേഫ്റ്റി പ്രിക്കോഷൻസ് വേണം. ഒന്നാമത്തത് നമുക്ക് പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് ആയിരിക്കണം. വിയർ അപ്രോപ്രിയേറ്റ് സേഫ്റ്റി ഗിയർ ഇൻക്ലൂഡിങ് എ വെൽഡിംഗ് ഹെൽമെറ്റ് വേണം, നമ്മുടെ സ്യൂട്ടബിൾ ലെൻസ് വേണം, ഗ്ലൗസ് വേണം, പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് വേണം. ഈ ബേൺസോ വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ, സ്പാർക്കോ റേഡിയേഷനോ വഴി ഉണ്ടാകുന്ന ബേൺസിൽ നിന്നും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നല്ല ക്ലോത്തിങ് ആയിരിക്കണം. വെന്റിലേഷൻ, എൻഷുർ അഡ്വക്കേറ്റ് വെന്റിലേഷൻ, നല്ല രീതിയിലൊരു വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കണം. കാരണം വെൽഡിങ്ങിൻ്റെ ഫ്യൂംസ് പല ഗ്യാസസും ഒക്കെ ഉണ്ടാവും, ഇതെല്ലാം ഹാംഫുൾ ആണ്. ഇതിനെയൊക്കെ പുറത്ത് കളയാൻ വേണ്ടി നല്ല വെന്റിലേഷൻ കൊടുത്തിരിക്കണം. ദെൻ ഫയർ സേഫ്റ്റി ആയിരിക്കണം. ഫ്ലേമബിൾ മെറ്റീരിയൽസ് എപ്പോഴും വെൽഡിംഗ് ഏരിയയിൽ വെക്കാൻ പാടില്ല. വെൽഡിംഗ് ഏരിയയിൽ നിന്ന് ദൂരെ മാറ്റിയായിരിക്കണം ഫ്ലേമബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് കീപ്പ് ചെയ്യേണ്ടത്. അതുപോലെ ഫയർ എക്സ്റ്റിങ്ക്വിഷർ റെഡിലി അവൈലബിൾ ആയിരിക്കണം. നമ്മൾ വെൽഡ് ചെയ്യുന്ന ഏരിയയുടെ അടുത്ത് തന്നെ ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഉണ്ടായിരിക്കണം. ഇലക്ട്രിക്കൽ സേഫ്റ്റി, ഇലക്ട്രിക്കൽ ഹസാർഡിന് നമ്മൾ എപ്പോഴും അവെയർ ആയിരിക്കണം. പ്രോപ്പർ സേഫ്റ്റി പ്രൊസീജിയേഴ്സ് നമ്മൾ പാലിച്ചിരിക്കണം. വെൻ വർക്കിംഗ് വിത്ത് ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ കറക്റ്റായിട്ട് എർത്തിങ് നടന്നിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം. എന്തെങ്കിലും തരത്തിലുള്ള ഇൻസുലേഷൻ പോയിട്ടുണ്ടോ, എന്തെങ്കിലും ക്രാക്സുകൾ ആ വയറിൽ ലീഡ്സിൽ വന്നിട്ടുണ്ടോ, ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, വർക്ക് തുടങ്ങാനായിട്ട്. ഇനി നമ്മൾ പോകുന്നതാണ് DC വെൽഡിംഗ് മെഷീൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞതാണ് DC വെൽഡിംഗ് മെഷീനാണ്. അപ്പോൾ എന്താണ് DC വെൽഡിംഗ് മെഷീൻ? ഒരു DC വെൽഡിംഗ് മെഷീൻ യൂസസ് ഡയറക്റ്റ് കറണ്ട്. ഒരു DC വെൽഡിംഗ് മെഷീൻ എന്താണ് യൂസ് ചെയ്യുന്നത്? ഓൾട്ടർനേറ്റീവ് കറണ്ട് അല്ല, ഡയറക്റ്റ് കറണ്ട് ആണ് യൂസ് ചെയ്യുന്നത്. ഫ്ലോയിങ് ഇൻ വൺ ഡേ, കറണ്ടിൻ്റെ ഡയറക്ഷൻ ഒന്നും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ഒരു ഡയറക്ഷനിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഫ്ലോ ചെയ്യത്തുള്ളൂ. ടു ക്രിയേറ്റ് ആൻ ആർക്ക് ഫോർ വെൽഡിങ്. അപ്പോൾ ഒരു വെൽഡിങ്ങിന് വേണ്ടിയുള്ള ആർക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി കറണ്ട് ഒറ്റ ഡയറക്ഷനിൽ മാത്രമേ പോകുന്നുള്ളൂ. പീരിയോഡിക്കലി കറണ്ട് ഡയറക്ഷൻ എന്ത് ചെയ്യുന്നില്ല, ചേഞ്ച് ചെയ്യാത്ത വെൽഡിങ് ആണ് DC വെൽഡിംഗ് എന്ന് പറയുന്നത്. ഇത് കൂടുതലായിട്ട് നമ്മൾ ഈ വെൽഡിങ് പ്രിഫർ ചെയ്യുന്നത് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയാണ്. ആർക്കിൻ്റെ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. ആൻഡ് കോമൺലി യൂസ്ഡ് ഫോർ സ്റ്റീൽ ആൻഡ് അതർ ഫെറസ് മെറ്റൽസ്. അപ്പോൾ കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റീൽ വെൽഡ് ചെയ്യാനും അതുപോലെ ഫെറസ് മെറ്റൽസ് വെൽഡ് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. കാരണം ഒരു സ്റ്റേബിൾ ആർക്കും ഒരു ഗുഡ് കൺട്രോൾ ഓവർ ദ വെൽഡ് പഠിക്കും. അപ്പം ഒരു സ്റ്റേബിൾ ആർക്ക് എപ്പോഴും കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും DC വെൽഡിങ്ങിന്. അതുകൊണ്ട് സ്റ്റീലും അതുപോലുള്ള ഫെറസ് മെറ്റലുകളും ജോയിൻ ചെയ്യാനായിട്ട് നമ്മളെപ്പോഴും ഏത് വെൽഡിങ്ങാണ് യൂസ് ചെയ്യുന്നത്? ഈ പറയുന്ന DC വെൽഡിങ്ങാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഇതാണ് DC പവർ സോഴ്സ്. ഇവിടെ കാണും ഒരു പോസിറ്റീവ് ടെർമിനൽ കാണും. DC ആയതുകൊണ്ട് ഒരു പോസിറ്റീവ് ടെർമിനൽ ഉണ്ട്, ഇവിടെ നെഗറ്റീവ് ടെർമിനൽ ഉണ്ട്. പോസിറ്റീവ് ടെർമിനൽ നമ്മൾ എവിടെ കണക്ട് ചെയ്യും? വർക്കിലേക്ക് കണക്ട് ചെയ്തിരിക്കും. നെഗറ്റീവ് ടെർമിനൽ നമ്മൾ ഇലക്ട്രോഡ് ഹോൾഡറിലേക്ക് ചെയ്യും. ഇതുവഴി DC കറണ്ട് കൊടുക്കുന്നു. കറണ്ട് ഒരു ഡയറക്ഷനിലേ ഫ്ലോ ചെയ്യത്തുള്ളൂ. കറണ്ട് ഫ്ലോ ഇൻ വൺ ഡയറക്ഷൻ ഉണ്ട്. കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ കറണ്ട് വന്ന് ഈ രീതിയിൽ ഇങ്ങനെ ആയിരിക്കും കറണ്ട് ഫ്ലോ ഡയറക്ഷൻ. ഇവിടെ വരുന്നു പോസിറ്റീവ് ടു നെഗറ്റീവ്. ഇത് മാത്രമേ ഉള്ളൂ കറണ്ടിൻ്റെ ഫ്ലോ ഡയറക്ഷൻ. മറ്റേ നമ്മൾ പറഞ്ഞാണ് ഒരെണ്ണം ഇങ്ങനെയും വരും, പിന്നെ ഒരെണ്ണം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകും. കാരണം പീരിയോഡിക്കലി കറണ്ട് ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യും. സോ ഇവിടെ എന്താണ്, കറണ്ട് ഫ്ലോ ഡയറക്ഷൻ എന്താണ്, ഒരിടത്തോട്ട് മാത്രമാണ് അല്ലേ. ഇവിടെ നിന്ന് തുടങ്ങി ഇവിടോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ കറണ്ട് ഫ്ലോസ് ഇൻ വൺ ഡയറക്ഷൻ ഉള്ളി. ഇവിടെ കോൺസ്റ്റൻ്റ് ആയിരിക്കും ഫ്രം പോസിറ്റീവ് ടു നെഗറ്റീവ്. ഇവിടെ ഫ്ലോ ചെയ്യുന്നത് എവിടെ നിന്നാണ്? പോസിറ്റീവിൽ നിന്ന് എങ്ങോട്ടാണ്? നെഗറ്റീവിലേക്കായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. ഇത് ഈ തരത്തിലാണ് DC പവർ വെൽഡിംഗ് മെഷീൻ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചറുകൾ, പ്രിൻസിപ്പിൾ? കോൺസ്റ്റന്റ് കറണ്ട് ആൻഡ് വോൾട്ടേജ് ആണ്. DC വെൽഡിംഗ് മെഷീൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന അനുസരിച്ച് അവിടെ ഒരു കോൺസ്റ്റന്റ് കറണ്ടോ ഒരു കോൺസ്റ്റന്റ് വോൾട്ടേജോ ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടും കൂടെ കോൺസ്റ്റന്റ് കറണ്ടും കോൺസ്റ്റന്റ് വോൾട്ടേജും ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രൊവൈഡിങ് ഫ്ലെക്സിബിലിറ്റി ഫോർ ഡിഫറെൻറ്റ് വെൽഡിംഗ് പ്രോസസ് ആൻഡ് മെറ്റീരിയൽ. അപ്പോൾ നമുക്കൊരു ഫ്ലെക്സിബിൾ ആണ്, പല വെൽഡിംഗ് പ്രോസസ്സിനും മെറ്റീരിയൽസിനും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. പൊളാരിറ്റി, DC വെൽഡിംഗ് യൂട്ടിലൈസ് ഡിഫറെൻറ്റ് പൊളാരിറ്റി. അപ്പോൾ പല പൊളാരിറ്റികളാണ് ആര് യൂസ് ചെയ്യുന്നത്? DC വെൽഡിംഗ് യൂട്ടിലൈസ് ചെയ്യുന്നത്. അതിലൊന്നാണ് DCEN എന്ന് പറയും, ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് നെഗറ്റീവ്, ആൻഡ് DCEP, ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് പോസിറ്റീവ്. അപ്പോൾ രണ്ട് ടൈപ്പ് പൊളാരിറ്റികളാണ് DC വെൽഡിംഗ് മെയിൻലി യൂസ് ചെയ്യുന്നത്. ഒന്ന് ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് നെഗറ്റീവ്, ദാറ്റ് ഈസ് DCEN. അടുത്ത എന്താണ്? ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് പോസിറ്റീവ്, ദാറ്റ് ഈസ് DCEP. DCEN എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനെ DCSP എന്നും കൂടെ വിളിക്കാറുണ്ട്. DCEN ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് നെഗറ്റീവ് ആണ്. അതിന് ഒന്നുകൂടെ ഒരു വരി കൂടെ വിളിക്കുന്നുണ്ട്, DCSP എന്നും കൂടെ വിളിക്കുന്നുണ്ട്. ഇവിടെ ഇലക്ട്രോഡ് ആ പേരിൽ തന്നെ ഉണ്ട്, DC ഡയറക്റ്റ് കൺട്രോൾ ഇലക്ട്രോഡ് നെഗറ്റീവ് എന്നാണ്. അപ്പോൾ ഇലക്ട്രോഡ് ഇവിടെ എന്തായിട്ട് മാറും? നെഗറ്റീവ് ആകും. ആൻഡ് ദ വർക്ക് പീസ് ഈസ് പോസിറ്റീവ്. അവിടെ ഇലക്ട്രോഡ് നെഗറ്റീവും വർക്ക് പീസ് എന്തായിട്ട് ആക്ട് ചെയ്യും? പോസിറ്റീവ് ആയിരിക്കും. ഇറ്റ് ഈസ് ഓഫൺ യൂസ്ഡ് ഫോർ വെൽഡിംഗ് കാർബൺ, സ്റ്റീൽ ആൻഡ്
പ്രൊവൈഡ് ഡീപ്പ് ആൻഡ് നാരോ പെനിട്രേഷൻ. അതായത് കോമൺലി നമ്മളിത് യൂസ് ചെയ്യുന്നത് കാർബൺ സ്റ്റീൽ വെൽഡ് ചെയ്യാനാണ്. അതേപോലെ പ്രൊവൈഡ് ഇത് എന്താ കൊടുക്കുന്നത്, ഡീപ്പ്, വളരെ ആഴത്തിലുള്ള നാരോ പെനിട്രേഷൻ. ഡീപ്പ് ആൻഡ് നാരോ പെനിട്രേഷൻ ആയിരിക്കും ഇവിടെ ഉള്ളത്. വൈഡർ അല്ല, ഡീപ്പാണ്, ആഴത്തിൽ ചെല്ലും, പക്ഷെ വൈഡർ അല്ല, ഒരു നാരോ. അപ്പോൾ ഡീപ്പ് ആൻഡ് നാരോ പെനിട്രേഷൻ കൊടുക്കുന്ന ഒരു ഇതാണ് ഇത് DCEN, ഡയറക്റ്റ് കൺട്രോൾ ഇലക്ട്രോഡ് നെഗറ്റീവ് എന്ന് പറയുന്നത്. അവിടെ ഇലക്ട്രോഡ് നെഗറ്റീവും വർക്ക് പീസ് പോസിറ്റീവ് ആയിരിക്കും. ഇത് വെൽഡ് ചെയ്യാൻ ആരെ വെൽഡ് ചെയ്യാനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്, കാർബൺ സ്റ്റീലിനെ വെൽഡ് ചെയ്യാൻ. ആൻഡ് പ്രൊവൈഡ് ഡീപ്പ് നാരോ പെനിട്രേഷൻ. അതുപോലെ നമുക്ക് എന്തുണ്ടാവും, ഡീപ്പ് നാരോ പെനിട്രേഷൻ അവിടെ ഉണ്ടാവും. DCEP, അതായത് DCEP ആൾസോ നോൺ ആസ് DC+. DCEP ഡയറക്റ്റ് കൺട്രോൾ ഇലക്ട്രോഡ് പോസിറ്റീവ് ഓർ DC+ എന്നും പറയാം. ഇലക്ട്രോഡ് ഇവിടെ എന്തായിരിക്കും, പേര് തന്നെയുണ്ട്, ഇലക്ട്രോഡ് ഇവിടെ പോസിറ്റീവും വർക്ക് പീസ് ഇവിടെ എന്തായിരിക്കും, നെഗറ്റീവുമാണ്. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഫോർ നോൺ ഫെറസ് മെറ്റൽ. ഇത് പൊതുവെ നമ്മൾ യൂസ് ചെയ്യുന്നത് നോൺ ഫെറസ് മെറ്റൽസിനും ആൻഡ് ഓഫർ വൈഡ് ഷാളോ. മറ്റേതിനകത്ത് നമ്മൾ ഏത് പെനിട്രേഷൻ ആയിരുന്നു, ഡീപ്പ് നാരോ പെനിട്രേഷൻ ആണെങ്കിൽ ഇവിടെ ഷാളോ വൈഡർ പെനിട്രേഷൻ ആണ്. ഒരുപാട് പെനിട്രേറ്റ് ചെയ്തില്ലെങ്കിലും വൈഡർ ആണ്. വൈഡർ ഷാളോ പെനിട്രേഷൻ ആണ് ഏത് കിട്ടുന്നത്, DCEP കിട്ടുന്നത്. മറ്റേത് നമ്മൾ കാർബൺ സ്റ്റീലിലാണ് കൂടുതൽ ഉപയോഗിച്ചെങ്കിൽ ഇത് നോൺ ഫെറസ് ആയിട്ടുള്ള മെറ്റലുകൾക്ക് വേണ്ടിയാണ് ഏത് യൂസ് ചെയ്യുന്നത്, ഡയറക്റ്റ് കൺട്രോൾ ഇലക്ട്രോഡ് പോസിറ്റീവ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇലക്ട്രോഡ് പോസിറ്റീവ് ആകുമ്പോൾ വർക്ക് പീസ് ഇവിടെ എന്താണ്, നെഗറ്റീവാണ്. ഇവിടെ ആർക്ക് സ്റ്റെബിലിറ്റി കുറച്ചുകൂടെ കൂടുതലാണ്, നമ്മൾ പറഞ്ഞല്ലോ. AC-ക്കകത്ത് ചില ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിൽ ഈ പറയുന്ന ആർക്ക് സ്റ്റെബിലിറ്റി കിട്ടില്ലായിരുന്നു. എന്നാൽ DC വെൽഡിംഗ് ജനറലി പ്രൊവൈഡ് എ മോർ സ്റ്റേബിൾ ആർക്ക് കമ്പയർഡ് ടു AC വെൽഡിങ്ങിനെ അപേക്ഷിച്ച് DC വെൽഡിംഗ് കുറച്ചുകൂടെ ആർക്ക് സ്റ്റെബിലിറ്റി തരുന്നുണ്ട്, വിച്ച് ക്യാൻ ബി അഡ്വാൻറ്റേജസ് ഫോർ വേരിയസ് വെൽഡിംഗ്. അതുകൊണ്ട് തന്നെ ഇത് കുറച്ചുകൂടെയൊക്കെ വേരിയസ് വെൽഡിംഗ് ആപ്ലിക്കേഷന് കുറച്ചുകൂടെയൊക്കെ എന്താണ്, അഡ്വാൻറ്റേജ് ആണ്. പെനിട്രേഷൻ ഡിപ്പെൻഡിങ് അപ്പോൺ ദ പൊളാരിറ്റി മാറ്റുന്നതനുസരിച്ച്, ഏത് പൊളാരിറ്റിയാണോ നമ്മൾ യൂസ് ചെയ്യുന്നതനുസരിച്ച് DC വെൽഡിങ്ങിന് പല ലെവൽസിലുള്ള പെനിട്രേഷൻ നമുക്ക് കിട്ടും ബേസ് മെറ്റലിലേക്ക്. നമ്മൾ പറഞ്ഞില്ല, DC കൺട്രോൾ ഡയറക്റ്റ് കൺട്രോൾ ഇലക്ട്രോഡ് നെഗറ്റീവ് യൂസ് ചെയ്യുമ്പോൾ ഉള്ളത് എന്താണ്, ഡീപ്പ് പെനിട്രേഷൻ, ഡീപ്പ് നാരോ പെനിട്രേഷൻ ആണ് കിട്ടുന്നത്. അതേസമയത്ത് ഡയറക്റ്റ് കൺട്രോൾ ഇലക്ട്രോഡ് പോസിറ്റീവ് ചെയ്യുമ്പോൾ എന്താണ്, ഷാളോ, അല്ലേ, നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഡയറക്റ്റ് കൺട്രോൾ ഇലക്ട്രോഡ് പോസിറ്റീവ് വരുമ്പോൾ എന്താണ്, ഷാളോ ഓർ പെനിട്രേഷൻ, വൈഡർ ഷാളോ ഓർ പെനിട്രേഷൻ ആണ് കിട്ടുന്നത്. അപ്പോൾ പലതരത്തിലുള്ള ഡിഫറെൻറ്റ് ലെവൽ ഓഫ് പെനിട്രേഷൻ ഇത് ബേസ് മെറ്റൽ അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് ഏത് മെഷീൻ കൊണ്ട് പറ്റും, DC വെൽഡിംഗ് കൊണ്ട് പറ്റും. അതാണ് പെനിട്രേഷനെ കുറിച്ച് പറഞ്ഞത്. പവർ സോഴ്സ്, കമ്പോണൻസ്, പ്രധാനപ്പെട്ട കമ്പോണൻസ് DC വെൽഡിംഗ് മെഷീൻ്റെ ഒരു കമ്പോണൻസ് ആൻഡ് വർക്കിംഗ് പ്രിൻസിപ്പിളാണ്. പ്രധാനപ്പെട്ട കമ്പോണൻസ് വരുന്നതൊന്ന് പവർ സോഴ്സ് വേണമല്ലോ, DC പവർ സോഴ്സ് വേണം. നെസസറി DC പവർ കൊടുക്കുക. അതൊരു ജനറേറ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു റെക്ടിഫയർ ആയിരിക്കാം. റെക്ടിഫയർ ബേസ്ഡ് സിസ്റ്റമാണ്, അതായത് AC എടുത്തിട്ട് DC ആയിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. നമ്മൾ AC തന്നെ കറണ്ട് എടുക്കുന്നു ഇൻപുട്ടായിട്ട്, എന്നിട്ട് AC-യെ പെട്ടെന്ന് എന്താക്കി മാറ്റും, റെക്ടിഫയർ ഉപയോഗിച്ച് DC ആക്കി, DC ആയിരിക്കും ഇവിടെ സപ്ലൈ ആയിട്ട് നമ്മുടെ മെഷീനകത്തേക്ക് കൊടുക്കുന്നത്. സോ പവർ സോഴ്സ് എന്ന് പറഞ്ഞാൽ പ്രൊവൈഡ് ദ നെസസറി എന്താണ്, DC പവർ. നമ്മൾ കൃത്യമായിട്ടൊരു DC പവർ കൊടുക്കുക. ഇറ്റ് ക്യാൻ ബി എ ജനറേറ്റർ, അതൊരു ജനറേറ്റർ ആയിരിക്കാം, ഒരു റെക്ടിഫയർ ബേസ്ഡ് സിസ്റ്റം ആയിരിക്കാം. റെക്ടിഫയർ ബേസ്ഡ് സിസ്റ്റം എന്ത് ചെയ്യും, ദാറ്റ് കൺവേർട്ട് AC പവർ ടു DC. ദെൻ ട്രാൻസ്ഫോമർ ആണ്, ഇൻ റെക്ടിഫയർ ബേസ്ഡ് സിസ്റ്റം. ട്രാൻസ്ഫോമറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്ത് റെക്ടിഫയർ ഉണ്ട്. അപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ദ വോൾട്ടേജ് ഫ്രം ദ പവർ സപ്ലൈ ടു എ ലെവൽ സ്യൂട്ടബിൾ വെൽഡിംഗ്. ഈ പറയുന്ന പവർ സപ്ലൈയിൽ നിന്ന് വോൾട്ടേജിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് വെൽഡിങ്ങിന് വേണ്ടിയുള്ള ഇതിലേക്ക് കൊണ്ടുവരുന്നു. അതിനാണ് ട്രാൻസ്ഫോമർ ഇൻ റെക്ടിഫയർ ബേസ്ഡ് സിസ്റ്റം. പിന്നെ വരുന്ന റെക്ടിഫയർ ആണ്. റെക്ടിഫയറിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC പവറിനെ എന്താക്കി മാറ്റുക, DC പവറാക്കി കൺവേർട്ട് ചെയ്യുക. ദെൻ EMI ഫിൽറ്റർ എന്ന് പറയുന്നൊരു ഫിൽറ്റർ ഉണ്ട്. സപ്രസ് ഇലക്ട്രോമാഗ്നറ്റിക്, EMI മീൻസ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് ഉണ്ടാകാം. ഒരു ഇലക്ട്രോമാഗ്നറ്റിക് കാരണം DC ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസ് അവിടെ ഉണ്ടാകും. ആ ഇൻ്റർഫറൻസിനെ സപ്രസ് ചെയ്യുക ഫ്രം ദ മെയിൻ പവർ സപ്ലൈ, അതിനെ അങ്ങ് സപ്രസ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ഏത് ഫിൽറ്റർ, EMI ഫിൽറ്റർ. PFC സർക്യൂട്ട് ഉണ്ട്, പവർ ഫാക്ടർ കറക്ഷൻ. ഈ ഒരു സാധനം ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടുള്ള ഒരു ഗുഡ് പവർ ഫാക്ടറും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താം. അത് വഴി എഫിഷ്യൻസി നമുക്ക് എന്ത് ചെയ്യാം, കൂട്ടാം. ഇംപ്രൂവിങ് ദ എഫിഷ്യൻസി, മെയിൻറ്റെയിൻ എ ഗുഡ് പവർ ഫാക്ടർ. നല്ലൊരു പവർ ഫാക്ടർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം, അതുവഴി എഫിഷ്യൻസി നമുക്ക് എന്ത് ചെയ്യാം, ഇംപ്രൂവ് ചെയ്യാം. അടുത്ത ഒരു സർക്യൂട്ടാണ് സ്നബ്ബർ കപ്പാസിറ്റർ.
അതായത് ഡി സി മെഷീനകത്ത് ഒരുപാട് കമ്പോണൻസുകളുണ്ട്. EMI ഫിൽട്ടർ ഉണ്ടായിരുന്നു, അത് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻ്റർഫറൻസിനെ സപ്രസ് ചെയ്ത് നിർത്തി, മെയിൻ പവർ സപ്ലൈയിൽ നിന്ന് വരുന്ന ഇതിനെ സപ്രസ് ചെയ്ത് നിർത്തുന്നു. PFC സർക്യൂട്ട് ഉണ്ട്, പവർ ഫാക്ടർ കറക്ഷൻ. ഒരു നല്ലൊരു പവർ ഫാക്ടർ അവിടെ മെയിൻറ്റെയിൻ ചെയ്യിപ്പിച്ചുകൊണ്ട് എഫിഷ്യൻസി നല്ല രീതിയിൽ കൂട്ടുന്നു. സ്നബ്ബർ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പൻസേറ്റ് ചെയ്യുന്നു. വോൾട്ടേജും കറണ്ട് സ്പൈക്സും ഒക്കെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടി, അതിനെ വോൾട്ടേജിനോ കറണ്ട് സ്പൈക്സിനോ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കാം? സ്നബ്ബർ കപ്പാസിറ്റർ ഉപയോഗിക്കാം. ദെൻ DC ലിങ്ക് കപ്പാസിറ്റർ, അടുത്ത കമ്പോണൻ്റാണ് DC ലിങ്ക് കപ്പാസിറ്റർ. അതായത് പവർ സ്വിച്ചിങ്ങും ഹൈ ഫ്രീക്വൻസി ഇൻവെർട്ടർ സ്റ്റേജും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി, ലിങ്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ആരെ ഉപയോഗിക്കാം? DC ലിങ്ക് കപ്പാസിറ്റർ ഉപയോഗിക്കാം. പിന്നെ മറ്റേ ഇലക്ട്രോഡ് ഹോൾഡർ കാണും, ഇലക്ട്രോഡിനെ ഹോൾഡ് ചെയ്യാനായിട്ട്. പിന്നെ വർക്ക് പീസ് ക്ലാമ്പ് കാണും. കണക്ട് ദ വെൽഡിംഗ് മെഷീൻ ടു ദ വെൽഡിംഗ് മെഷീനെ വർക്ക് പീസുമായിട്ട് കണക്ട് ചെയ്യുന്നതിനാണ് എന്ത് ഉപയോഗിക്കുന്നത്? വർക്ക് പീസ് ക്ലാമ്പ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഇലക്ട്രോഡ് ഹോൾഡർ ഉണ്ട്. എന്തിനു വേണ്ടിയാണ്? വെൽഡിംഗ് ഇലക്ട്രോഡ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി. DC ലിങ്ക് കപ്പാസിറ്റർ എന്ന് പറഞ്ഞ ഒരു ലിങ്കാണ്. ആരൊക്കെ തമ്മിൽ? ഒരു പവർ സ്വിച്ചിങ്ങും ഹൈ ഫ്രീക്വൻസി ഇൻവെർട്ടർ സ്റ്റേജും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലിങ്കാണ് DC ലിങ്ക് കപ്പാസിറ്റർ എന്ന് പറയുന്നത്. ഇനി DC വെൽഡിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് ആ സ്റ്റേബിൾ ആർക്കാണ് ആര് തരുന്നത്? പ്രൊവൈഡ് എ മോർ കൺസിസ്റ്റൻറ്റ് ആൻഡ് കൺട്രോളബിൾ ആർക്ക് ഫോർ ഈസിയർ വെൽഡിങ്. നമുക്ക് വെൽഡിങ് ഈസി ആക്കാൻ വേണ്ടി ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള, കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റേബിൾ ആർക്കാണ് തരുന്നത്. ഡീപ്പ് പെനിട്രേഷൻ, നല്ല രീതിയിൽ ബേസ്മെന്റിലേക്ക് എന്ത് ചെയ്യും? വെൽഡ് പെനിട്രേറ്റ് ചെയ്യും. അതായത് മോൾട്ടൺ മെറ്റൽ പെനിട്രേറ്റ് ചെയ്ത് പോകും. ക്യാൻ അച്ചീവ് ഡീപ്പർ പെനിട്രേഷൻ വിത്ത് സർട്ടൻ പൊളാരിറ്റി. ചില പൊളാരിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഡീപ്പർ പെനിട്രേഷനിലേക്ക് എത്തിക്കാം. സ്യൂട്ടബിൾ ഫോർ തിക്കർ മെറ്റീരിയൽസിന് വളരെ സ്യൂട്ടബിൾ ആണ്. അത് നമ്മൾ പറഞ്ഞാണല്ലോ, ഡയറക്റ്റ് കൺട്രോൾ ഇലക്ട്രോൺ നെഗറ്റീവ് ആണ് യൂസ് ചെയ്യുന്നത്, DCEN യൂസ് ചെയ്യാം. വെർസറ്റൈലാണ്, ക്യാൻ ബി യൂസ്ഡ് വിത്ത് വേരിയസ് വെൽഡിംഗ് പ്രോസസ് ആൻഡ് മെറ്റീരിയൽ. പല മെറ്റീരിയലിനും പല വെൽഡിംഗ് പ്രോസസ്സിനും നമുക്ക് ഏത് ഉപയോഗിക്കാം? ഈ പറയുന്ന DC വെൽഡിംഗ് ഉപയോഗിക്കാം. സ്പാറ്റർ കുറവാണ്. നമ്മൾ പറഞ്ഞില്ലേ, ഈ മോൾട്ടൺ മെറ്റൽ എന്ത് ചെയ്ത് പോകും? എക്സ്പെൽ ചെയ്ത് പോകുന്നു. അത് വളരെ കുറവാണ്. എവിടെ? ജനറലി പ്രൊഡ്യൂസ് ലെസ് സ്പാറ്റർ കമ്പയർഡ് ടു AC വെൽഡിംഗ്. AC വെൽഡിങ്ങിൽ ഉണ്ടാകുന്ന അത്രത്തോളം സ്പാറ്ററിങ് എവിടെ ഉണ്ടാകില്ല? DCയിൽ ഉണ്ടാകില്ല. അപ്പോൾ സ്പാറ്റർ വളരെ എന്തായിരിക്കും? കുറവാണ്. റെഡ്യൂസ്ഡ് സ്പാറ്റർ ആണ്. ദെൻ കോസ്റ്റ്. DC വെൽഡിംഗ് മെഷീൻ പക്ഷേ കുറച്ചുകൂടെ കോസ്റ്റ് എഫക്റ്റീവ് അല്ല. ഇത് ഡിസഡ്വാൻറ്റേജ് ആണ്. നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാം എന്തായിരുന്നു? അഡ്വാൻറ്റേജ് ആണെങ്കിൽ ഇനി പറയുന്നത് ഡിസഡ്വാൻറ്റേജ് ആണ്. കോസ്റ്റ് വളരെ കൂടുതലാണ് ആരെ അപേക്ഷിച്ച്? AC വെൽഡിംഗ് മെഷീനെ അപേക്ഷിച്ച്. സോ DC വെൽഡിംഗ് മെഷീൻ ക്യാൻ ബി മോർ എക്സ്പെൻസീവ് ദാൻ AC വെൽഡിംഗ് മെഷീൻ. അതുപോലെ കോംപ്ലക്സിറ്റി ഉണ്ട്. സം DC വെൽഡിംഗ് മെഷീൻ, ചില DC വെൽഡിംഗ് മെഷീൻ എസ്പെഷ്യലി ദോസ് വിത്ത് അഡ്വാൻസ്ഡ് ഫീച്ചർ ക്യാൻ ബി മോർ കോംപ്ലക്സ് ടു ഓപ്പറേറ്റ്. അപ്പം സാധാരണ DC വെൽഡിംഗ് മെഷീനെ കുറിച്ചല്ല പറയുന്നത്. കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റ്, ഒരു അഡ്വാൻസ്ഡ് ഫീച്ചറായിട്ടുള്ള വെൽഡിംഗ് മെഷീനൊക്കെ ആണെങ്കിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വളരെ എന്തായിരിക്കും? ബുദ്ധിമുട്ടാണ്. അതാണ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. അതും DC വെൽഡിംഗ് മെഷീൻ്റെ എന്താണ്? ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. അടുത്ത ക്ലാസ്സിൽ ബാക്കിയുള്ള ടോപ്പിക് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.